മനുഷ്യർക്കും ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ആണുള്ളത്. പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഓരോരുത്തരുടെയും മനോഭാവങ്ങൾ വ്യത്യസ്തമാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവമില്ല എന്ന് പറയുന്നവർ അനേകരാണ്. എന്നാൽ ദൈവം അറിയാതെ നമുക്കൊന്നും ഭവിക്കയില്ല എന്നും എല്ലാം ദൈവം നന്മയ്ക്കായി മാറ്റും എന്ന് ഉറച്ചു വിശ്വസിച്ച് ജീവിതത്തെ പ്രശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട്. ദൈവമക്കളുടെ ജീവിത ദർശനം എങ്ങനെയായിരിക്കണം? 1. വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനിയിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഒരു മനോഹരമായ പാറക്കഷ്ണം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് മിനുക്കി മനോഹരമാക്കി നാം ഭവനങ്ങളിൽ അലങ്കരിച്ച് വയ്ക്കും. അത് മിനുക്കി മനോഹരമാക്കി നാം ഭവനങ്ങളിൽ വയ്ക്കുന്നതിന് മുന്നേ അത് ഏത് പാറയിൽ നിന്ന് വെട്ടിയെടുത്തതാണോ, ഏത് കോറിയിൽ നിന്ന് ലഭിച്ചതാണെന്നോ നാം അന്വേഷിക്കാറില്ല. നമ്മെ ഇന്ന് കാണുന്ന വിധത്തിൽ വെട്ടിയെടുത്ത് മനോഹരമാക്കി നിർത്തിയിരിക്കുന്നത് ഒരു പാറയിൽ നിന്നാണ്. ക്രിസ്തുവാണ് ആ പാറ. ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം എപ്പോഴും നല്ലതാണ്. ഇന്നത്തെ നമ്മുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളും നാം മറന്നു പോകരുത്. വളരെ ഉന്നതമായ നിലയിൽ വിദ്യാഭ്യാസം ചെയ്ത് ഉന്നത വിജയം നേടി ഉന്നതമായ ജോലി സമ്പാദിച്ച ഒരു സുന്ദരനായ ചെറുപ്പക്കാരനെ നാട്ടുകാർ മുഴുവനും ആദരിച്ചു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. ഈ വേദിയിലേക്ക് എൻ്റെ അമ്മയെ ഒന്ന് ക്ഷണിക്കണം. അയാളുടെ നിർദ്ദേശപ്രകാരം അമ്മയെ വേദിയിലേക്ക് വിളിച്ചു. ശരീരം മുഴുവൻ ക്ഷീണിച്ച് പ്രാകൃതമായ ഒരു രൂപമായിരുന്നു ആ അമ്മയുടേത്. അയാൾ ജനങ്ങളോട് കഥ പറഞ്ഞു. ഒരു വനത്തിൽ ചെറിയ ഒരു കുടിലിൽ ആണ് ഞാനും അമ്മയും താമസിച്ചിരുന്നത്. അമ്മ വളരെ ബുദ്ധിമുട്ടി മറ്റു വീടുകളിൽ ജോലിക്ക് പോയി എന്തെങ്കിലും സമ്പാദിച്ചാണ് എന്നെ വളർത്തിയത്. ഒരിക്കൽ അമ്മ ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോൾ ആ കുടിൽ കത്തുന്നത് കണ്ടു. ആ കുടിലിൽ കുഞ്ഞായ ഞാൻ ഉണ്ടായിരുന്നു. അമ്മ ഒന്നും ആലോചിക്കാതെ കുടിലിലേക്ക് ഓടി വന്ന് എന്നെ കോരിയെടുത്ത് മാറോടണച്ചു രക്ഷിച്ചു. ആ സുന്ദരിയായ അമ്മയാണ് ഈ അമ്മ. ശരീരത്തിലെ പാടുകൾ എന്നെ രക്ഷിച്ചതിന് കിട്ടിയ അടയാളങ്ങളാണ്. നാം നമ്മുടെ ഉത്ഭവസ്ഥാനത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. 1 പത്രോസ് 1:18-19 വചനങ്ങൾ. നാം കുറ്റം ചെയ്തതിനാണ് താതൻ അടികൊണ്ടത്. ഏദനിലെ കനി തിന്നതിനാണ് താതൻ ക്രൂശിൽ കയ്പ് ഭക്ഷിച്ചത്. ഏദൻ തോട്ടത്തിൽ നഗ്നനായി ആദാം ഹവ്വ ദമ്പതികൾ ഇലകൾ ചാർത്തിയതിനാണ് കർത്താവ് ക്രൂശിൽ നഗ്നനായി തൂക്കപ്പെട്ടത്. നിന്നെ അഗ്നിപ്പൊയ്കയിലേക്ക് തള്ളിയിടാതിരിപ്പാൻ, നിന്നെ സുന്ദരനും സുന്ദരിയുമാക്കാനാണ് താതൻ വിരൂപനായത്. യേശുവാണ് ആ പാറ. നിന്നെ പാപച്ചെളിയിൽ നിന്നും കുഴിച്ചെടുത്ത കനി യേശുവാണ്. ആ യേശുവിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. 2. സ്വയത്തിലേക്ക് നാം ഒന്ന് നോക്കണം. നാം പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുന്നവരാണ്. എന്നാൽ നാം നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. ഞാൻ ഉരിയാടാതെ ഓമനായിരുന്നു. നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. 39-ാം സങ്കീർത്തനം 2-3 വചനങ്ങൾ. ദാവീദ് അന്തരംഗത്തെ പരിശോധിച്ചു. പരീശൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനകൾ വ്യത്യസ്തമായിരുന്നു. ചുങ്കക്കാരൻ അന്തരംഗത്തെ ശോധന ചെയ്ത് പ്രാർത്ഥിച്ചു. പരീശൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് പരീശൻ്റെ കുറവ് പരിഹരിക്കപ്പെട്ടില്ല. ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ചെയ്തു. 3. തലപൊക്കി നോക്കിയാൽ കൊയ്ത്തിനുള്ള വയലുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. 2 കൊരിന്ത്യർ 6:2.
ഇന്ന് ഒരു വേലയും ചെയ്യുവാൻ ഇല്ല എന്ന് കരുതി വെറുതെ ഇരിക്കുന്നവർ അനേകരാണ്. ഇന്ന് ദൈവമക്കൾ തല ഉയർത്തി നോക്കേണ്ട സമയമാണ്. ദൈവത്തെ അറിയാതെ ഒരുപാട് പേർ ജീവിക്കുന്നു. സകലരിലും രക്ഷാസുവിശേഷം എത്തിക്കേണ്ട ഒരു കർത്തവ്യം നമുക്കുണ്ട്. അതിനാൽ നാം തല പൊക്കി നോക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തല ഉയർത്തി നോക്കിയത് കൊണ്ടാണ് ലോകത്തിൽ സുവിശേഷം പരന്നതും നമുക്ക് ദൈവമക്കൾ ആകുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചതും. 4. നമ്മുടെ കണ്ണുകളെ ഉയരത്തിലേക്ക് നോക്കണം. പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട യോഹന്നാൻ മുകളിലേക്ക് നോക്കി ആത്മവിവശനായി. സ്വർഗത്തിൻ്റെ ദർശനങ്ങൾ ലഭിച്ച യോഹന്നാനിലൂടെ അമൂല്യനിധിയായ വെളിപ്പാട് എന്ന പുസ്തകം നമുക്ക് ലഭിച്ചു. ദാവീദ് ഏത് പ്രതിസന്ധികളിലും ഉയരത്തിലേക്ക് നോക്കുന്നവനായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനങ്ങൾ 121:1-2 വചനങ്ങൾ. ജീവിതത്തിൽ നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും കനിയിലേക്കും തിരിഞ്ഞ് നാം നോക്കണം. നമ്മുടെ സ്വയത്തിലേക്ക് തിരിഞ്ഞു നോക്കി കുറവുകളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധി പ്രാപിക്കണം. നമ്മുടെ ചുറ്റും തല ഉയർത്തി ലോകമാകുന്ന വയലുകളിൽ ഒരു സുവിശേഷ ഉത്സവം നമുക്ക് നടത്തുവാൻ കഴിയും. ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ധൈര്യമായി ആ കൃപാസനത്തിലേക്ക് എന്ന് സഹായത്തിനായി നമുക്ക് അടുത്ത് ചെല്ലാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com